എന്റെ പേര് ലീന ഫാത്തിമ. ഞാൻ GHSS ചെറുവാടിയിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സുസ്ഥിര വികസനത്തിന്റെ 15ാമത്തെ അധ്യായമായ കരയിലെ ജീവിതം എന്നതാണ് എന്റെ വിഷയം. സുസ്ഥിര വികസനം. കരയിലെ ജീവിതം എന്താണ് സുസ്ഥിര കര വികസനം? ഭാവി തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഗ്രഹത്തിന്റെ ഭൂമി വിഭവങ്ങൾ സംരക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് സുസ്ഥിര വികസനം സൂചിപ്പിക്കുന്നു. ഇതിൽ താഴെ പറയുന്നവ ഉൾപ്പെടുന്നു. ഭക്ഷ്യസുരക്ഷ. എല്ലാ ആളുകൾക്കും പോഷകാഹാര സമൃദ്ധമായ ഭക്ഷണം ലഭ്യമാക്കുക. ജലസുരക്ഷ. ശുദ്ധമായ വെള്ളത്തിലേക്കുള്ള ആക്സസ് ഉറപ്പാക്കുക. ജൈവ വൈവിധ്യ സംരക്ഷണം. സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും വൈവിധ്യം സംരക്ഷിക്കുക. കാടുകൾ സംരക്ഷിക്കുക. വനനാശം തടയുകയും വനങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക. ഭൂമി ക്ഷീണം തടയുക. മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുക. നഗരങ്ങളുടെയും ഗ്രാമപ്രദേശങ്ങളുടെയും വികസനം. എല്ലാവർക്കും സുസ്ഥിരവും സുരക്ഷിതവുമായ താമസ സ്ഥലങ്ങൾ. സുസ്ഥിര കര വികസനത്തിന്റെ പ്രാധാന്യം. നമ്മുടെ ഗ്രഹത്തിന്റെ ഭാവിക്ക് സുസ്ഥിര കര വികസനം അന്യഥാപേക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യ നഷ്ടം, ഭക്ഷ്യസുരക്ഷാ ഭീഷണി തുടങ്ങിയ നിരവധി വെല്ലുവിളികൾ നേരിടാനും നമ്മുടെ ഗ്രഹത്തിന്റെ ഭാവിക്ക് സുസ്ഥിരമായ ഒരു ഭാവി ഉറപ്പാക്കാനും സുസ്ഥിര കര വികസനം നമുക്ക് സഹായിക്കും. സുസ്ഥിര കര വികസനത്തിനുള്ള ലക്ഷ്യങ്ങൾ. 2015 ഐക്യരാഷ്ട്രസഭ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ SDGs അംഗീകരിച്ചു. 17 ലക്ഷ്യങ്ങളിൽ 11 നേരിട്ട് കരവികസനവുമായി ബന്ധപ്പെട്ടതാണ്. 2030 ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിനായ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നു. സുസ്ഥിര കര വികസനത്തിൽ വ്യക്തികൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. സുസ്ഥിര കര വികസനത്തിൽ വ്യക്തികൾ ഒരു പ്രാധാന്യ പങ്ക് വഹിക്കാൻ കഴിയും. നമ്മുടെ ദൈനംദിനം ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങളും വരുത്തും. ഒരു ഉദാഹരണത്തിന്, സ്ഥിരമായ ഭക്ഷണം കഴിക്കുക. പ്രാദേശികമായും സീസണിലും ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണം തിരഞ്ഞെടുക്കുക. നല്ല ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ നല്ല വളക്കൂറുള്ള മണ്ണ് ആവശ്യമാണ്. പ്ലാസ്റ്റിക്കുകളുടെ അമിതമായ ഉപയോഗം കൊണ്ട് മണ്ണുകൾ മലിനമാവുകയാണ്. അജീർണിക്കാത്ത വസ്തുക്കളുടെ അമിത ഉപയോഗം. ഭക്ഷ്യസുരക്ഷ. ഇന്ത്യയിൽ നേട്ടങ്ങളും വെല്ലുവിളികളും. ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷ ഒരു സങ്കീർണമായ വിഷയമാണ്. രാജ്യത്തിന് ധാരാളം ഉൽപാദനം ഉണ്ടായിട്ടും പോഷകാഹാരക്കുറവുണ്ട്, വിശപ്പ്, അസമമായ വിതരണം തുടങ്ങിയ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. നേട്ടങ്ങൾ. ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു. കഴിഞ്ഞ ദശകങ്ങളിൽ ഇന്ത്യയുടെ ഭക്ഷ്യോൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. ഇത് ധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടാനും ഭക്ഷ്യ ഇറക്കുമതി കുറയ്ക്കാനും രാജ്യത്തിനും സഹായിച്ചു. കുട്ടികളുടെ മരണനിരക്ക് കുറഞ്ഞു. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനും കുട്ടികളുടെ പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഗ്രാമീണ പാതകളിലേക്കുള്ള ഭക്ഷ്യവിതരണം മെച്ചപ്പെട്ടു. റോഡ്, റെയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെ ഗ്രാമീണ മേഖലകളിലേക്കുള്ള ഭക്ഷ്യവിതരണം മെച്ചപ്പെടുത്താൻ സർക്കാരിനു കഴിഞ്ഞു. വെല്ലുവിളികൾ. പോഷകാഹാരക്കുറവ്. ഇന്ത്യയിൽ ഇപ്പോഴും ദശലക്ഷക്കണക്കിന് ആളുകൾ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നു, പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളും. അസമമായ വിതരണം. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിലും
വിതരണത്തിലും രാജ്യത്ത് വലിയ അസമത്വം നിലനിൽക്കുന്നു. നഗരപ്രദേശങ്ങളിലെ ആളുകൾക്ക് ഗ്രാമീണ പ്രദേശങ്ങളിലെ ആളുകളെക്കാൾ ഭക്ഷണത്തിലേക്കുള്ള പ്രവേശനം കൂടുതലാണ്. കാലാവസ്ഥ വ്യതിയാനം. വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ കാലാവസ്ഥ വ്യതിയാന സംഭവങ്ങൾ ഭക്ഷ്യോൽപാദനത്തെയും ഭക്ഷ്യസുരക്ഷയെയും ഭീഷണിപ്പെടുത്തുന്നു. ഭക്ഷ്യനഷ്ടവും പാഴാക്കലും. ഓരോ വർഷവും ഭക്ഷണത്തിന്റെ വലിയൊരു ഭാഗം നശിക്കുകയോ പാഴാക്കുകയോ ചെയ്യുന്നു. ഭക്ഷ്യ സംഭരണത്തിന്റെയും വിതരണത്തിന്റെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ ഈ നഷ്ടം കുറയ്ക്കാൻ കഴിയും. സുസ്ഥിര ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും എല്ലാവർക്കും പോഷകാഹാര സമൃദ്ധമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിനും ഇന്ത്യ സർക്കാർ നിരവധി നടപടികൾ സ്വീകരിക്കുന്നു. എന്നിരുന്നാലും ഈ ലക്ഷ്യങ്ങളിൽ നേടുന്നതിന് സർക്കാർ നമുക്ക് വേണ്ടി ഏറെ പ്രവർത്തിക്കുന്നു. താങ്ക് യു.